നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പെട്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു പെട്ടിയാണ്. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ട് മനസ്സിലായി കാണാം. നമ്മുടെ OnePlus 10T നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിലിപ്പോൾ നമ്മുടെ OnePlus 10R ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു തേർഡ് മൊബൈലായിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ OnePlus 10T കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഫാൻസി നൈഫൊക്കെ മാറ്റി ഇത് ഈ സാധനം വെച്ചാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അൺബോക്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രോഡക്റ്റെങ്കിലും നമ്മളിത് വെച്ച് അൺബോക്സ് ചെയ്തിട്ടുണ്ടാവും. എവിടെ കീറണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരിക്കലും അൺബോക്സ് ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പാക്ക് ചെയ്ത് അയച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇല്ലല്ല, പെട്ടെന്ന് തരുന്നുണ്ട് കേട്ടോ. വൗ ഗൈസ്, ഇതാണ് നമ്മുടെ OnePlus 10T. വളരെ മിനിമലായിട്ടുള്ള പെട്ടിയാണ്. 10T എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഉണ്ട്. OnePlus 10T ജേഡ് ഗ്രീൻ എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. 12 GB റാം, 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ക്വാൽക്കം 5G, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്, ലൈസൻസ്ഡ് ബൈ ക്വാൽക്കം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേയ്സ്, നമുക്ക് ഈ ഒരു പീലങ്ങ് ഇളക്കാം. ഇത് ചെയ്യപ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഒരു ടെക് യൂട്യൂബർ ആയാൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ പറ്റുക. ഈ സാറ്റിസ്ഫൈങ് മൊമെൻറ്റ് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ളത്. പണ്ട് കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഫോൺ കടയിലൊക്കെ നിൽക്കുന്ന ചേട്ടന്മാർ ഏറ്റവും കൂടുതൽ ലക്കി അല്ലേ എന്നൊക്കെ. ആ ഒരു പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സിനെ ഇങ്ങനെ അങ്ങ് ഊരാം. അപ്പോൾ വീണ്ടും നമുക്ക് OnePlusൻ്റെ ആ ഒരു യൂസർ മാനുവൽ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഞാനെടുത്ത് കാണിക്കാം. ഒരു നല്ല കേസുണ്ട്. ഇതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറിലുള്ളൊരു കേസ്. അതുപോലെ തന്നെ യൂഷ്വലായിട്ട് നമുക്ക് OnePlusൻ്റെ കൂടെ കിട്ടുന്ന OnePlus ഡോക്യുമെൻറ്റേഷൻസ് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ അകത്ത് ചാർജർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ചാർജർ കാണണം, ഉണ്ട്. ചാർജർ നമുക്ക് കിട്ടുന്നത് എത്ര വാട്ട്സിൻ്റെയാണ്? 160 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 160 വാട്ട്സ്, എന്തായാലും അടിപൊളി. അപ്പോൾ നമുക്ക് പെട്ടീനെടുത്ത് ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫോണിലേക്ക് വരാം. ഫോണ് എന്തുകൊണ്ടോ ഇതുവരെ അവർ ഇങ്ങനെ പൊതിഞ്ഞ് തന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ലൈക്ക് വേറൊരു പ്ലാസ്റ്റിക് കവറാണ് പൊതുവെ ഇവിടെ ഇരിക്കാറ്. ഇതൊരു പേപ്പറാണ്. നമ്മുടെ ബട്ടർ പേപ്പറില്ലേ, പണ്ട് ഈ കേക്കൊക്കെ പൊതിഞ്ഞ് വരുമല്ലോ ബട്ടർ പേപ്പർ, അതേപോലത്തെ ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞാൽ വന്നിരിക്കുന്നത്. ആ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒരു ബതിരായിപ്പോയി കേട്ടാ. ഇതാണ് നമ്മുടെ OnePlus 10T എന്ന് പറയുന്നത്. ആക്ച്വലി OnePlus 10T അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. ഇത് OnePlus 10 Pro. ഓക്കെ, OnePlus 10 Proയുടെ അനിയനാണ് OnePlus 10T. എന്നാൽ OnePlus 10 Proയേക്കാൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു ഗ്ലോസി ബാക്കാണ്. OnePlus 10 Proയ്ക്കകത്ത് അവർ ഇക്ലിയാവുന്ന, ഞാൻ പറഞ്ഞിട്ടില്ലേ, കൈ ഒരു മാതിരിയാവുന്ന സർഫസാണ്. പിന്നെ ഹാസൽബ്ലാഡിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇതിൻ്റെ അകത്ത് ഹാസൽബ്ലാഡിൻ്റെ ബ്രാൻഡിങ് ഇല്ല. OnePlus ഹാസൽബ്ലാഡുമായിട്ട് ഏകദേശം 6 വർഷത്തോളം എന്തോ ആണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇവിടെ ഹാസൽബ്ലാഡിൻ്റെ ബ്രാൻഡിങ് വരാത്തതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സിമിലർ ആയിട്ട് തന്നെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് യെസ്, ഇവിടെ ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ OnePlus 10Tക്കകത്ത് ക്വിക്ക് ടോഗിൾ ബട്ടൺ ഇല്ല. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ മ്യൂട്ട് ചെയ്യാനും വൈബ്രേഷനിലാക്കാനും സൗണ്ട് ആക്കാനും പറ്റുന്ന ബട്ടൺ ഇല്ല. ദാറ്റ് ഈസ് സംതിങ് വെരി ബാഡ് ടു ബി ഓണസ്റ്റ്. എന്താ പറയട്ടെ, OnePlus ഫോണുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് OnePlus ഫോൺ യൂസ് ചെയ്ത് വരുന്നവർക്കറിയാം ആ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ മേളിലായിട്ട് നമുക്കൊരു മൈക്രോഫോണും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടൺ മാത്രമേ ഉള്ളൂ. ബോട്ടം സൈഡിൽ നമ്മുടെ സിം ട്രേ, അതുപോലെ തന്നെ Type-C പോർട്ട്, സ്പീക്കർ വെൻസ്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വോളിയം റോക്കർ, പുറകിലായിട്ട് നമ്മുടെ ആ ഒരു ക്യാമറ സെറ്റപ്പ്, ആ ഒരു 4 ക്യാമറ സെറ്റപ്പാണ്. ആക്ച്വലി ക്യാമറ സെറ്റപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു P2D 5T എന്ന് പറഞ്ഞിട്ട് 50T എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ഉണ്ട്. ആ സാധനത്തിനെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ OnePlus 10 Proയ്ക്കകത്ത് സ്ക്രീനാണ് കർവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ 10Tക്കകത്ത് വന്നപ്പോൾ പുറകു വശമാണ് ആ ഒരു കർവ് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് പറയാം, OnePlus 10 Proയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാൻഡ്സ് ഓൺ ഫീൽ OnePlus 10T ഒരു രക്ഷയില്ല. ഹാൻഡ്സ് ഓൺ ഫീൽ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കിഡ്ല സുഖം. ഇത് ഇക്ലിയാവുന്നത്
പക്ഷേ മാറ്റങ്ങൾ ഒരുപാടുണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. ഞാൻ കമ്പയർ ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷേ അതേ ഡിസൈനിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് OnePlus 10 Pro എടുത്ത് മാറ്റി വയ്ക്കാം. സോ ഗൈസ്, നമ്മുടെ OnePlus 10T നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ഫോൺ കിട്ടിയാൽ ചെയ്യുന്ന പരിപാടി നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. അതായത് ക്യാമറ ഓണാക്കി 2 സെൽഫി എടുക്കുക എന്നുള്ളതാണ് ആ ചടങ്ങ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് സെൽഫി ക്യാമറ ഓപ്പൺ ആക്കിയപ്പോൾ ഉണ്ടല്ലോ, കളറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കുറേയൊക്കെ ഓവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. മേ ബി ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം. കാരണം നമ്മുടെ ക്യാമറയിലെല്ലാം ISO ഭയങ്കര കുറച്ചാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ആയിരിക്കാം. മേ ബി പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ നല്ലതുപോലെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു പോകാം. അതായത് ഒരു 6.7 ഇഞ്ചിൻ്റെ ഒരു ഫ്ലൂയിഡ് AMOLED 1 ബില്യൺ കളേഴ്സിലുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിലാണ് റിഫ്രഷ് റേറ്റ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ എന്താ പറയുക പ്രൊട്ടക്ഷൻ 2 സൈഡിലും തരുന്നുണ്ട്, ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും. ഒരു അലുമിനിയം ബിൽഡിൽ, ഒരു അലുമിനിയമോ മെറ്റൽ ബിൽഡിൽ നമുക്കൊരു ഗ്ലാസ് ബാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തറയിൽ വീണ് കഴിഞ്ഞാൽ നപ്പുരൂപരായി പോകും. ഇനി നമ്മുടെ പ്രോസസ്സറിനെ കുറിച്ച് സംസാരിക്കാം. പ്രോസസ്സറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. 8 GB, 12 GB, 16 GB. അപ്പോൾ 16 GB റാമും നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാം സ്റ്റോറേജ് 256 ആയിരിക്കും. നമ്മുടെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ റിയർ ക്യാമറ ആയിട്ട് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോയാണ് വരുന്നത്. ഫ്രണ്ട് സെൽഫി നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ഒരു f2.4 വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 4K 30 FPS-ലും 60 FPS-ലും അതുപോലെ തന്നെ 1080p 30 FPS-ലും 60 FPS-ലും 240 FPS-ലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറ വെച്ചിട്ട് 1080p 30 FPS-ൽ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Qualcomm aptX HD ഇതേപോലുള്ള പല ഫീച്ചേഴ്സും, അതായത് യൂഷ്വലായിട്ട് നമ്മൾ എല്ലാ OnePlus ഫോണുകളിലും കാണുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി 4800 mAh ഒരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ 160 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൻ്റെ കൂടെ OnePlus പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഫസ്റ്റ് എന്താ പറയുക ഒരു അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഗെയിമിങ്ങും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ നടക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം 12 GB റാം അതുപോലെ തന്നെ 16 GB റാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് പൊതുവേ നമ്മുടെ അൺബോക്സിങ്ങിൽ ഇതിൻ്റെ ഒന്നും പ്രൈസ് പറയാറില്ല. അപ്പോൾ അത് ഒരു 2-3 പേര് നമ്മളടുത്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു, പ്രൈസും കൂടി പറഞ്ഞു പോകണം, എന്നാൽ മാത്രമേ ഈ വീഡിയോ കാണുന്നതിൽ ഒരു വാല്യൂ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്രൈസിങ് കൂടി പറയുന്നത്. സോ പ്രൈസ് വെച്ചും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കറൻ്റ്ലി നമുക്ക് 49,999 രൂപയ്ക്കാണ് ഇതിൻ്റെ 8 GB വേരിയൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് അത് 52 ആവുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്, അത് 16 GB വേരിയൻറ്റ് 55,000 രൂപയാണ്. ഇതാണ് നമ്മുടെ OnePlus 10T. അപ്പോൾ OnePlus 10Tയുടെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ് നമ്മൾ കണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓക്സിനോയ്സിലേക്കല്ല ഞാനിപ്പോൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്കിടാം. ആ സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ എടുത്ത സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ OnePlus 10Tയിൽ എടുത്ത വീഡിയോസും ഫോട്ടോസും സാമ്പിൾസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഡ്രൈവിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രീമിയറിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ റെൻഡർ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് കുറേ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഭയങ്കര വിഷയമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റോ ആയിട്ടുള്ള ഫോട്ടോ ഞാൻ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. പുറകിൽ നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്, പറയാതിരിക്കാൻ വയ്യ, അന്യായ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. ഇപ്പോൾ നമ്മുടെ OnePlus 10 Proയ്ക്കകത്തും ഈ ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ക്യാമറ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നമ്മൾ എങ്ങനെ തൊട്ട് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് അഴുക്കാവും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് നോക്കിയ സമയത്ത് എടുത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്രീൻ ഗാർഡും കൂടി അവർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി അതിനെ റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇംപ്രഷനും എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ OnePlus 10Tയുടെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ആൻഡ് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു വെർത്തായിട്ടുള്ളൊരു ഫോണാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സീ യു നെക്സ്റ്റ് ടൈം.